السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് എന്ന മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ അധ്യായം ഷെയ്ഖ് സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദീനിൽ നിൽക്കാതെ പരിധി വിടുന്ന ആളുകളെക്കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് സാലിഹീങ്ങളുടെ വിഷയത്തിൽ പരിധി വിട്ട് അല്ലാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുകയുണ്ടായി. കഴിഞ്ഞ അധ്യായത്തിൻ്റെ മസ്അല വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ഖ് റഹിമഹുല്ല പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ അധ്യായവും അതിനുശേഷം വരാനിരിക്കുന്ന 2 അധ്യായവും ആരാണോ വ്യക്തമായി മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ അപരിചിതത്വം അവർക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത്, ആളുകളുടെ ഹൃദയങ്ങൾ അത്ഭുതകരമായി അതിനുണ്ടാകുന്ന മാറ്റങ്ങളും ബോധ്യപ്പെടും. കാരണം ഹിദായത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിനെക്കുറിച്ചുമെല്ലാം കേട്ട മനസ്സിലാക്കിയ ആളുകളാണ് പിന്നീട് സാലിഹീങ്ങളുടെ വിഷയത്തിൽ വഴിതെറ്റി ഷിർക്കിലും കുഫറിലും ചെന്ന് പതിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തുടക്കത്തിൽ സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ അധ്യായം മനസ്സിലാക്കിയതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന 2 അധ്യായങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഷിർക്കിൻ്റെ ആളുകളുടെ പുകമറകൾക്ക് ഈ അധ്യായങ്ങളിൽ വ്യക്തമായ വിശദീകരണമുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്ത അധ്യായമായി പറഞ്ഞു, ബാബുൻ മാ ജാഅ മിനത് തഗ്ലീദി ഫീ മൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സാലിഹിൻ ഫകൈഫ ഇദാ അബദഹു. ബാബുൻ അധ്യായം, മാ ജാഅ മിനത് തഗ്ലീദി ഫീ മൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സാലിഹിൻ. സാലിഹായ ഒരു മനുഷ്യൻ്റെ ഖബറിനരികിൽ വന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് വന്ന ശക്തമായ താക്കീത് ഉൾക്കൊള്ളുന്ന അധ്യായമാണിത്. എന്നിട്ട് ഷെയ്ഖ് ഒരു ചോദ്യം ചോദിക്കുന്നു, ഫകൈഫ ഇദാ അബദഹു. സാലിഹായ മനുഷ്യൻ്റെ ഖബറിനരികിൽ വന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എങ്കിൽ, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നിട്ടുണ്ട് എങ്കിൽ, ഫകൈഫ ഇദാ അബദഹു, അപ്പോൾ പിന്നെ ആ ഖബറിലുള്ള മനുഷ്യനെ തന്നെ ഇബാദത്ത് ചെയ്താൽ എങ്ങനെയായിരിക്കും കാര്യം? എന്തായിരിക്കും അതിൻ്റെ ഗൗരവം? അതാണ് തലക്കെട്ട് തന്നെ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയുടെ സഹീഹിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് പറഞ്ഞു, ഫി സഹീഹി عن عائشة رضي الله عنها أن أم سلمة ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها بأرض الحبشة
വമാ ഫീഹാ മിനസ് സുവർ. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുകയാണ്, അന്ന ഉമ്മ സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, അഥവാ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു അവർ. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയുണ്ടായി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹബശയിൽ അബ്സീനിയയിൽ ആദ്യത്തെ ഹിജ്റ പോയ സന്ദർഭത്തിൽ നസ്രാണികളുടെ കനീസയിൽ, അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ കണ്ട ചില കാഴ്ചകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. വമാ ഫീഹാ മിനസ് സുവർ, അവിടെ കണ്ട രൂപങ്ങളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചുമെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുകയുണ്ടായി. ഫഖാല, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈകി ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹ് അവൽ അബ്ദു സാലിഹ് ബനൗ അലാ ഖബ്രിഹി മസ്ജിദ വസവ്വറു ഫീഹി തിൽക സുവറ ഉലൈകി ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടുന്ന് പറഞ്ഞു, ഉലൈക്, അക്കൂട്ടർ, അഥവാ അവിടെ കണ്ട നസാറാക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹു അവൽ അബ്ദു സാലിഹ്, അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നല്ല ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ നല്ല ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അവർ ആ വ്യക്തിയുടെ ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കും, പള്ളി ഉണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവറ, എന്നിട്ട് അതിൽ ആ ഖബറിനരികിൽ അയാളുടെ ആ വ്യക്തിയുടെ ചിത്രം, രൂപം ഉണ്ടാക്കി വെക്കും. ഉലൈകി ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അങ്ങനെ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉലൈക്, അക്കൂട്ടർ, ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരായ വൃത്തികെട്ട ആളുകളാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഖബർ അത് കെട്ടിയുയർത്തി അത് മസ്ജിദാക്കി അവിടെ ആരാധനകൾ നടത്തുക എന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തല്ല, സുന്നത്ത് ജമാഅത്തല്ല, മറിച്ച് അത് നസാറാക്കളുടെ രീതിയാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് നോക്കൂ നിങ്ങൾ. ശക്തമായ ഭാഷയിലാണ് അവിടുന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ആളുകളാണ് അവർ. ഇത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഷെയ്ഖ് അവിടെ ഒരു വാചകം എടുത്തു കൊടുത്തു. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ വാക്കാണത്. ഫഹാഉലാഇ ജമഉ ബൈനൽ ഫിത്നതൈൻ, മേൽ പറയപ്പെട്ട ആളുകൾ രണ്ട് ഫിത്നകൾ, രണ്ട് പ്രശ്നങ്ങളാണ് അവരിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഫിത്നത്തിൽ ഖുബൂർ, ഖബറുകളുടെ പ്രശ്നം, ഖബറുകളുടെ ഫിത്ന. വഫിത്നത്തി തമാസീൽ, ബിംബങ്ങളുടെ, വിഗ്രഹങ്ങളുടെ, ചിത്രങ്ങളുടെ ഫിത്ന. അഥവാ ഖബർ കെട്ടിയുയർത്തി എന്നത് അവരിലുണ്ടായ പ്രശ്നമാണ്. അതോടൊപ്പം അവിടെ രൂപമുണ്ടാക്കി ചിത്രങ്ങൾ കൊത്തിവെച്ചു എന്നതും അവരിലുണ്ടായ പ്രശ്നമാണ്. അപ്പം അത് ഫിത്നയാണ്, പ്രശ്നമാണ് എന്നാണ് മഹാന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് വിലക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ച് നൽകുകയാണ് ചെയ്തത്. അവിടുന്ന് പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, സൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, കാരണം ഖബർ സന്ദർശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് നിങ്ങളെ ആഖിറം, പരലോകം ഓർമ്മപ്പെടുത്തും. ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം പരലോകം ഓർമ്മിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഖബറാളികൾക്ക് അള്ളാഹുവിൽ നിന്ന് വല്ല ഉപകാരവും കിട്ടാൻ വേണ്ടിയാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ ആ ഖബറിനരികിൽ പോയി ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്കുള്ള ഗുണമെന്താണ്? പരലോകം ഓർമ്മിക്കാൻ നമുക്കും സാധിക്കും. അതല്ലാതെ ഖബറാളിയിൽ നിന്ന് വല്ല ഉപകാരവും പ്രതീക്ഷിച്ച് പോവുക എന്നത് ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത സിയാറത്താണ്. സിയാറത്തുണ്ട്, ഖബർ സിയാറത്തുണ്ട്. പക്ഷേ ഖബർ സിയാറത്ത് ജാറങ്ങളിലേക്കുള്ള സിയാറത്തല്ല, സിയാറത്ത് ടൂറല്ല, മറിച്ച് സിയാറത്ത് പരലോകം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. സിയാറത്ത് എന്നത് പരലോകം ആഖിറം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ ഞാനും നാളെ മരിച്ചു കിടക്കേണ്ടതാണല്ലോ, എൻ്റെ മരണം എങ്ങനെയായിരിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരാൻ വേണ്ടിയാണ്. അതോടൊപ്പം ആ കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ഉപകാരം ലഭിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇസ്തിഗ്ഫാർ, അതുകൊണ്ട് അവർക്ക് ഉപകാരം കിട്ടണം. ഇതാണ് ഖബർ സിയാറത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇതിനെ സഹോദരങ്ങളെ നേരെ അട്ടിമറിച്ച വിഭാഗമാണ് കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരുടെ വിഷയത്തിൽ പരിധിവിട്ട ആളുകൾ, യഹൂദ നസാറാക്കൾ, അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം. ഈ ഹദീസിൽ വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈകി ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹ്, സാലിഹായ മനുഷ്യൻ എന്നാണ്, അവൽ അബ്ദു സാലിഹ്, അതല്ലെങ്കിൽ നല്ല ഒരു അടിമ, നല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബർ കെട്ടിപ്പൊന്തിക്കുമെന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പരിശോധിച്ചു നോക്കിയാൽ ബഗ്ദാദിൽ കിടക്കുന്ന ആൾക്ക് കേരളത്തിൽ ഖബറുണ്ട്. ചില സ്ഥലത്ത് ആള് തന്നെ ഇല്ല, ചില സ്ഥലത്ത് ഒരുപാട് അറബിയിൽ പേരുണ്ടാവും, അവസാനം ഉപ്പാപ്പ എന്നും കാണാം. ആ നാട്ടിൽ സുഖമില്ലാതെ നടന്ന മനുഷ്യനെ പിന്നീട് വലിയാക്കിയതാണ്. എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഈ അടുത്ത് ഔലിയാക്കന്മാരുടെ ഫോട്ടോ മാത്രം എഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളെ കണ്ടു. ഒരുപാട് ഉപ്പാപ്പമാരെ കണ്ടപ്പോൾ മനസ്സിലായത് സാധുക്കൾ സുഖമില്ലാത്ത ആളുകളായിരുന്നു. മുടി ജട പിടിച്ച്, മീശയൊക്കെ താഴേക്ക് വായ മുഴുവനും മൂടുന്ന രൂപത്തിലുള്ള മീശയാണ്. ചില ആളുകൾക്ക് താടി തന്നെ ഇല്ല. ഇസ്ലാമിൻ്റെ വലിയകളുടെ ചിത്രമാണ്. ഇവിടെ മുദബ്ബിറുൽ ആലം എന്നാരെക്കുറിച്ചാണ് പറയുന്നത്? അയാളെക്കുറിച്ച് എഴുതപ്പെട്ട സ്മരണികയിൽ പറയുന്നു, അയാൾക്ക് ഭ്രാന്താണ്, അയാൾക്ക് സുഖമില്ല, നോമ്പെടുക്കാറില്ല, നിസ്കരിക്കാറില്ല. എന്തേ ശൈഖേ നിങ്ങൾ നിസ്കരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൈപ്പത്തി കാണിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. അങ്ങനെയുള്ള ആളുകളാണ്. നോക്കൂ, ഇവിടെ സാലിഹീങ്ങളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ആളുകൾ സാലിഹീങ്ങളുടെ ഖബറാണ് കെട്ടി ഉയർത്തിയത്, നല്ല ആളുകളാണ് എന്ന് ഉറപ്പാണ്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു എങ്കിൽ സഹോദരങ്ങളെ, അതിനേക്കാൾ താഴെയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ നോക്കൂ, ഇതാണ് ഖബർ സിയാറത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അതിൽ പരിധി വിട്ട് വഴികേടിലായിപ്പോയ ആളുകളുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ല അടുത്ത ഹദീസ് ഉദ്ധരിക്കുന്നു, വലഹുമ അൻഹ, ഇമാം അൽ ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമല്ലാ അവർ രണ്ടുപേരും അവരുടെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അൻഹ എന്ന് പറഞ്ഞാൽ അൻ ആയിഷത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണിത്. ഖാലത്ത്, അവർ പറഞ്ഞു, ലമ്മ നുസില ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ആസന്നമായപ്പോൾ, അവിടുത്തേക്ക് മരണമാസന്നമായപ്പോൾ, തഫിഖ യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹിഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു തുണി ഉണ്ടായിരുന്നു. ആ തുണി അവിടുത്തെ മുഖത്ത് അവിടുന്ന് ഇടുകയായിരുന്നു. ഫഇദ ഇഗ്തമ്മ ബിഹാ കശഫഹ, മരണവെപ്രാളത്തിൻ്റെ പ്രയാസം വർദ്ധിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണിയെടുത്ത് നീക്കുകയും ചെയ്യും. ഫഖാല വഹുവ കദാലിക്, അങ്ങനെ ആ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ, അതല്ലെങ്കിൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. അലൽ യഹൂദി വന്നസാറ,
യഹൂദികൾക്കും നസാറാക്കൾക്കും, യഹൂദികളുടെയും നസാറാക്കളുടെയും മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ, അള്ളാഹു അവരെ ശപിക്കട്ടെ. എന്താണ് അവരെ ശപിക്കാനുള്ള കാരണം? എന്തിനാണ് അവർക്ക് ശാപം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി മാറ്റി. നബിമാരുടെ ഖബറുകളാണ് മസ്ജിദുകളാക്കിയത്. ഖബറുകൾ കെട്ടിയുയർത്തുകയും അവിടെ ആരാധനാ കേന്ദ്രമാക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ശാപമുണ്ടാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, യുഹദ്ദിറു മാ സനഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്യുന്നതിൽ നിന്നും ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയാണ്. വലൗലാ ദാലിക ലഉബ്രിസ ഖബ്റുഹു ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഖബർ ഇതുപോലെ ആരാധനാ കേന്ദ്രമാക്കുമോ, മസ്ജിദാക്കി കളയുമോ എന്ന് അവിടുന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് അവിടുത്തെ ഖബർ പുറത്തെവിടെയും ആവാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിനകത്ത് ആയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ വന്ന വാചകം ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് എപ്പോഴാണ്? അവിടുത്തെ അവസാനത്തെ സമയത്താണ്. ഇനി ഈ വിധി മാറുകയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വഫാത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞ വാക്കിന് വലിയ പ്രത്യേകതയുണ്ട്. അവസാന സമയത്ത്, മരണസമയത്ത് ഒരാൾ നിസാരമായ കാര്യങ്ങൾ പറയുകയില്ല. വസിയത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. വസിയത്ത് പാലിക്കണം, നടപ്പിലാക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ നേതാവ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് ഈ ഉമ്മത്തിന് നൽകിയ വസിയത്താണിത്. യഹൂദ നസാറാക്കളെക്കുറിച്ച് അവിടുന്ന് അറിയിച്ചു, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി. ഇത് കേൾക്കുന്ന പ്രിയ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ വിശദീകരിക്കുകയാണ്. യുഹദ്ദിറു മാ സനഉ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയാണ് ആ വാക്കിലൂടെ. ഉമ്മത്തിനോട് ഇത് ചെയ്തോ എന്നല്ല പറഞ്ഞത്. സുന്നത്ത് ജമാഅത്താണ്, ഖബറുകൾ കെട്ടിയുയർത്തിക്കോളൂ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് യുഹദ്ദിറു മാ സനഉ, അവർ അത് ചെയ്യുന്നതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ആ ഭയം ഇല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ ഖബർ പുറത്തെവിടെയെങ്കിലും ആവുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു, അവിടുത്തെ ഖബർ ആരാധനാ കേന്ദ്രമായി പോകുമോ, അവിടുത്തെ ഖബർ മസ്ജിദായി പോകുമോ. അതുകൊണ്ടാണ് അവിടുത്തെ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിനകത്തായത് എന്ന് ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം വേറെ ഒരു കാരണം കൂടി അതിനുണ്ട് എന്ന് ചില ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവിടുത്തെ ഖബർ എവിടെയാവണം എന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ പ്രശ്നമാണ്. അഥവാ ഖബർ ആരാധനാ കേന്ദ്രമായി പോകുമോ എന്നത് ഒരു കാരണമാണ് ഖബർ പുറത്ത് ആവാതിരുന്നത്. രണ്ടാമത്തെ കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖുബില നബിയ്യുൻ ഇല്ലാ ദുഫിന ഹൈസു ഖുബിൽ. ഒരു നബിയും മരണപ്പെട്ടിട്ടില്ല, ആ മരണപ്പെട്ട സ്ഥലത്ത് ആ നബിയെ മറമാടിയിട്ടല്ലാതെ. അങ്ങനെയുള്ള ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുറത്തെവിടെയും ആവാതിരിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പം ഈ ഹദീസിൽ വന്ന വാക്ക് സഹോദരങ്ങളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അതിൽ ശക്തമായ താക്കീതുണ്ട്. യുഹദ്ദിർ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുക എന്നാണ്. ശക്തമായ താക്കീതിൻ്റെ വാക്കാണത്. കേവലം വർത്തമാനമല്ല, കേവലം ഉപദേശമല്ല, മറിച്ച് ശക്തമായ താക്കീദിനാണ് യുഹദ്ദിർ എന്ന വാക്ക് അറബിയിൽ പ്രയോഗിക്കുക.
ഷെയ്ഖ് റഹിമഹുല്ല അടുത്ത ഹദീസ് ഉദ്ധരിക്കുകയാണ്. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ വന്ന ഹദീസാണിത്. അൻ ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബിഖംസിൻ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഞാൻ കേട്ടിരിക്കുന്നു, വഹുവ യഖൂൽ, അവിടുന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ, തീർച്ചയായും നിങ്ങളിൽ നിന്നും ഉറ്റമിത്രം എനിക്കുണ്ടാവുക എന്നതിനെ തൊട്ട് ഞാൻ ഒഴിവാണ്. ഫഇന്നല്ലാഹ ഖദിത്തഖദനി ഖലീല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. കമത്തഖദ ഇബ്രാഹീമ ഖലീലൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചതുപോലെ. ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് നിങ്ങളിൽ നിന്നും അഥവാ സ്വഹാബത്തിൽ നിന്നും ഒരു ഖലീൽ ഉണ്ടാവുക എന്നതിൽ നിന്നും അവിടുന്ന് ഒഴിവാണ്. അഥവാ ഖലീൽ, ഉറ്റമിത്രം എന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വീകരിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ഖലീലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയില്ല. സ്വാഭാവികമായി ഇത് പറയുമ്പോൾ ചില റിവായത്തിൽ, ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാം. ഔസാനി ഖലീലി, എൻ്റെ ഖലീൽ എനിക്ക് വസിയത്ത് നൽകി എന്ന ചില പരാമർശം കാണാം. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട ഖലീലല്ല അത്, മറിച്ച് കൂട്ടുകാരൻ എന്ന നിലക്ക് മാത്രമാണ്. ഇവിടെ ഖലീൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്നേഹിതൻ, ഹബീബ് എന്നതിനേക്കാൾ ഒരൽപ്പം മുൻപന്തിയിലുള്ള അവസ്ഥയാണ് ഖലീലാവുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് സൂറത്തു നിസായിൽ നമുക്ക് കാണാം. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. അതേപോലെ എന്നെയും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരാൾ എനിക്ക് ഖലീലായിട്ടുണ്ടാവുക എന്നതിൽ നിന്നും ഞാൻ ഒഴിവാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീലൻ, എൻ്റെ ഉമ്മത്തിൽ നിന്നും ഞാൻ ആരെങ്കിലും ഖലീലായി ഉറ്റമിത്രമായി സ്വീകരിക്കുമെങ്കിൽ ലത്തഖദ്തു അബൂബക്രിൻ ഖലീല, അബൂബക്രിനെ ഖലീലായി ഞാൻ സ്വീകരിക്കുമായിരുന്നു റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഫഇന്നി അൻഹാകും അൻ ദാലിക. ആ ഭാഗമാണ് സഹോദരങ്ങളെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. അല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അല എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിൻ്റെ തൊട്ടു മുന്നേ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന വാക്കാണത്. അല, അറിയണം. വ ഇന്ന മൻ കാന ഖബ്ലകും, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കിയിരിക്കുന്നു. അല ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അറിയുക, അതുകൊണ്ട് നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഫഇന്നി, തീർച്ചയായും ഞാൻ അൻഹാകും അൻ ദാലിക്, ആ കാര്യത്തെ തൊട്ട് നിങ്ങളോട് വിലക്കുകയാണ്, വിരോധിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിലും വ്യക്തമാണ്
ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ തങ്ങളുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കിയിരിക്കുന്നു. നബിമാരുടെ ഖബറുകളാണ്. എന്നിട്ട് അവിടുന്ന് എന്താണ് പറഞ്ഞത്? ആ ഖബറ് നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് അവിടെ ഉറൂസ് നടത്തണം, അത് കെട്ടി ഉയർത്തണം, കുമ്മായമിടണം, പൊളിഞ്ഞെടുക്കുകയാണെങ്കിൽ ശരിയാക്കണം എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അറിയണം, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്, അവർ ചെയ്ത പണി നിങ്ങൾ എടുക്കരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഇന്നി അൻഹാകും അൻ ദാലിക്, തീർച്ചയായും ഞാൻ ആ കാര്യത്തെ തൊട്ട് നിങ്ങളോട് വിലക്കുകയാണ്, വിരോധിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കവേ പറഞ്ഞു, 3 ഘട്ടങ്ങളിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം വിശദീകരിക്കുന്നത്. 3 സ്ഥലത്തും വിലക്ക് വന്നിട്ടുണ്ട്. അലാ വ ഇന്ന മൻ കാന ഖബ്ലകും, അലാ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇന്ന പണിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു ഫലാ തത്തഖിദു, നിങ്ങളത് ചെയ്യരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോട് അത് വിലക്കുന്നു. 3 വാക്കുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവൃത്തിയെ വിലക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ഗുരുതരമായ തെറ്റായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ വിലക്കിയത്. നിങ്ങൾ നോക്കൂ, ഈ ഹദീസിൽ വന്ന പരാമർശങ്ങൾ നബിമാരുടെ ഖബറുകൾ, സാലിഹീങ്ങളുടെ ഖബറുകൾ എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ കെട്ടിയുയർത്താൻ പാടില്ല, അവിടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള മസ്ജിദുകളാക്കൽ പാടില്ല എങ്കിൽ അതിന് താഴെയുള്ള ആളുകളുടെ ഖബറുകൾ എങ്ങനെയാണ് കെട്ടിയുയർത്താൻ സാധിക്കുക? വലിയാണെന്നുറപ്പില്ലാത്ത, വലിയല്ലാത്ത, ആളുകളില്ലാത്ത ഏതോ അറബ് നാട്ടിലുള്ള ആളുകളുടെ ഖബറുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് അത് ഖബറായി ജാറമായി അവിടെ ഉറൂസ് നടത്തി അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് എന്താണ് ഇസ്ലാമിൻ്റെ വിധി? ചിന്തിച്ചു നോക്കൂ. ഇതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുത്തത്? പറഞ്ഞ സന്ദർഭങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ കേട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോട് അടുത്ത സമയമാണ്. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ വന്ന ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ 5 ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവസാന നിമിഷങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഈ വസിയ്യത്ത് നൽകിക്കൊണ്ടിരുന്നു എന്നാണ്. ഒരു നേതാവിൻ്റെ വസിയ്യത്ത് എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ ശിരസ വഹിക്കേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ മുന്നിലുണ്ടായിരിക്കെ എത്ര ഖബറുകളാണ് ഉയർന്നു കിടക്കുന്നത്. എന്നിട്ട് അത് സുന്നത്ത് ജമാഅത്തായി അവതരിപ്പിക്കുക, അവിടെ പോവരുത് എന്ന് പറഞ്ഞാൽ അവർ ഖബർ സിയാറത്തിന് എതിരാണെന്ന് പറയുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, അവിടെ ആഘോഷമാക്കുക. അടുത്ത അധ്യായം അതാണ് വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിനോട് ഉമ്മത്ത് സ്വീകരിക്കുന്ന നിലപാട് നിങ്ങൾ നോക്കൂ. തൗഹീദിൻ്റെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വഫാത്തോടടുത്ത സമയം ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയാണ് ഷിർക്കിൽ അകപ്പെട്ടു പോവാതിരിക്കാൻ. അവിടുത്തെ സ്വന്തം ഖബറിൻ്റെ കാര്യം അവിടുന്ന് മറന്നിട്ടില്ല. അവിടുത്തെ ഖബർ അങ്ങനെ ആക്കരുത് എന്ന സൂചനയാണ് യഹൂദ നസാറാക്കൾക്കുള്ള ശാപം അവിടുന്ന് അറിയിച്ചത്. അവസാന നിമിഷങ്ങളിലാണ് അവിടുന്ന് ആ വാക്ക് പറഞ്ഞത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫഖദ് നഹാ അൻഹു ഫി ആഖിരി ഹയാതിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന നിമിഷത്തിലാണ്, അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഖബറുകൾ മസ്ജിദുകളാക്കുന്നതിനെ വിലക്കിയിട്ടുള്ളത്. സുമ്മ ഇന്നഹു ലഅന വഹുവ ഫി സിയാഖി മൻ ഫഅലഹു, അവിടുന്ന് വിലക്കുക മാത്രമല്ല, അവിടുത്തെ മരണമാസന്നമായി കിടക്കുമ്പോൾ അവിടുന്ന് അത് ചെയ്യുന്ന ആളുകളെ ശപിക്കുകയും ചെയ്തു. വസ്സലാത്തു ഇൻദഹാ മിൻ ദാലിക്, അവിടെ ഖബറിനരികിൽ നിസ്കാരം നിർവഹിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ അവിടുന്ന് വിലക്കുകയാണ്.
വഇല്ലം യുബ്ന മസ്ജിദുൻ, ഇനി ഒരു ഖബർ കെട്ടിയുയർത്തി മസ്ജിദാക്കിയിട്ടില്ലെങ്കിലും അതിനരികിൽ വന്ന് ആരാധനാ കേന്ദ്രമാക്കുക എന്നത് പാടില്ലാത്തതാണ്. വഹുവ മഅന ഖൗലിഹ, അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ വന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ്? ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു അവിടുത്തെ ഖബർ മസ്ജിദായി പോവുമോ, അവിടുത്തെ ഖബർ ആരാധനാ കേന്ദ്രമായി പോവുമോ എന്നത് അവിടുന്ന് ഭയപ്പെട്ടു. ഫഇന്ന സ്വഹാബത ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, തീർച്ചയായും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് ചുറ്റും മസ്ജിദാക്കിയിട്ടില്ല, ആക്കുകയുമില്ല. ഈ വാക്ക് കേൾക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, പൊതുവെ ആളുകൾക്ക് സംശയമുണ്ടാകും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് പള്ളിയിലല്ലേ, മദീനയിലെ മസ്ജിദിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്? അതെങ്ങനെയാണ് യോജിക്കുക? യഥാർത്ഥത്തിൽ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി താമസിച്ചതും അവിടെ വെച്ചാണ് അവിടുന്ന് വഫാത്തായതും. ആ വീട്ടിൽ തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയതും. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാർ എവിടെ വെച്ചാണോ വഫാത്താകുന്നത് അവിടെയാണ് അവരെ മറമാടുക. സഹാബത്തിൻ്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പള്ളി വിപുലീകരിക്കാൻ ആരംഭിച്ചിരുന്നു. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് ആ വീട് തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും വിപുലീകരണം നടന്നു. പക്ഷേ ആ വീട് വീടായി തന്നെ നിലനിർത്തി. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴാണ് പള്ളി വിപുലീകരിക്കേണ്ട അവസ്ഥ കൂടുതലായി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഹുജറകൾ അഥവാ അവരുടെ വീടുകൾ പള്ളിയിലേക്ക് ചേർത്ത് എടുത്തത്. അതുതന്നെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന പല മഹാന്മാരും അതിനെ എതിർത്തിരുന്നു. അത് പാടില്ല എന്നുവരെ പറഞ്ഞിരുന്നു, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദിൻ്റെ അരികിലേക്ക് വരാനുണ്ടായ സാഹചര്യം. ഇന്നും മദീനയിൽ പോയവർക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന സ്ഥലത്ത് ഖിബില കിട്ടുകയില്ല. ആ രൂപത്തിലാണ് പണിഞ്ഞു വെച്ചത്. ത്രികോണ ആകൃതിയിലാണ് ആ ഹുജ്റ കിടക്കുന്നത്. അത് മസ്ജിദല്ല, ഖബറിന് ചുറ്റും മസ്ജിദ് ഉണ്ടാക്കിയതല്ല, മറിച്ച് പള്ളി വിപുലീകരിക്കപ്പെട്ടപ്പോൾ അത് അതിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഖബർ മസ്ജിദായിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഒരാൾക്ക് അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനോ അവിടെ നിസ്കരിക്കുമ്പോൾ ഖിബില കിട്ടുകയോ ഇല്ല. അവിടെ പോയ ആളുകൾക്കത് മനസ്സിലാവും. അവിടെ വെച്ച് നിസ്കരിക്കാൻ സാധിക്കുകയില്ല, ഖിബില കിട്ടുകയില്ല. മാത്രമല്ല ഇന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിനെ മസ്ജിദാവാതെ ആരാധനാ കേന്ദ്രമാവാതെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം വരുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വകുല്ലു മൗദിഇൻ ഖുസിദതി സ്വലാത്തു ഫീഹി ഫഖദ് തുഖിദ മസ്ജിദൻ, ഏതൊരു സ്ഥലമാണോ നിസ്കാരം ഉദ്ദേശിച്ച് അവിടെ ചെന്നാൽ ആ സ്ഥലം മസ്ജിദാകും. ബൽ കുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മ മസ്ജിദ, നിസ്കാരം നിർവഹിക്കപ്പെടുന്ന സ്ഥലങ്ങൾക്കെല്ലാം മസ്ജിദ് ആരാധനാ കേന്ദ്രം എന്ന് പൊതുവെ പറയും. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വ തഹൂറാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഭൂമിയെ നിസ്കരിക്കാനുള്ള സ്ഥലവും ഭൂമിയിലെ മണ്ണ് ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലും നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ എവിടെ വെച്ചാണോ ആരാധന നിർവഹിക്കുന്നത്, നിസ്കാരം നിർവഹിക്കുന്നത്, അതിനെ മസ്ജിദ് എന്ന് പറയപ്പെടും, അതിനെ ആരാധനാ കേന്ദ്രമെന്ന് പറയപ്പെടും. അതുകൊണ്ട് തന്നെ ഖബറിനരികിൽ വെച്ച്
ആരാധനകൾ നിർവഹിക്കാൻ, നിസ്കാരം നിർവഹിക്കാൻ, സുജൂദുകൾ നിർവഹിക്കാൻ പാടില്ല എന്നതാണ് മേൽ വിവരിക്കപ്പെട്ട ഹദീസിൻ്റെ ആശയം. ഷെയ്ഖ് റഹിമഹുല്ല അടുത്തതായി ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ മുസ്നദിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് പറഞ്ഞു, വലി അഹ്മദ ബിസനദിൻ ജയ്യിദിൻ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ശരിയായ സ്വീകാര്യോഗ്യമായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാം, ഇന്ന മിൻ ശിറാറിൻ നാസി മൻ തുദ്രിക്കുഹുമുസ് സാഅതു വഹും അഹ്യാഉൻ. തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടർ, ഏറ്റവും ഷർറിൻ്റെ ആളുകൾ, ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ആരിലാണോ അന്ത്യനാൾ സംഭവിക്കുക ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ആളുകൾ. വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ. അതുപോലെ തന്നെ ഖബറുകൾ മസ്ജിദുകളാക്കുന്ന ആളുകളും. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസിൽ വന്ന വാക്കുകൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഖിയാമത്ത് നാൾ ആരിലാണോ സംഭവിക്കുന്നത് അവരും ഖബറുകൾ മസ്ജിദുകളാക്കുന്ന ആളുകളുമാണ് ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ആളുകൾ. ഇന്ന് ജനങ്ങളിൽ ഏറ്റവും സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളാരാണ്? ഖബർ കെട്ടി ഉയർത്തുകയും അതിൻ്റെ ആളുകളായി അറിയപ്പെടുന്നവരുമാണ് ജനങ്ങളിൽ സ്ഥാനമാനം അലങ്കരിക്കുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരാണ് അത്തരം ആളുകൾ എന്നത് നമ്മുടെ വാക്കല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാൻ. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ ശാം ഭാഗത്ത് നിന്നും ഒരു കാറ്റടിക്കും. ആ കാറ്റ് വന്നാൽ ഈമാനിൻ്റെ തരിമ്പ് ഹൃദയത്തിലുള്ള എല്ലാവരും മരിച്ചു വീഴും. എല്ലാവരും മരിക്കും. ഈമാനുള്ള മുഅ്മിനായ എല്ലാവരും ആ കാറ്റടിക്കലോടുകൂടി മരിച്ചു വീഴും. പിന്നെ ഭൂമിയിലുണ്ടാവുക, ദുനിയാവിലുണ്ടാവുക ഈ പറഞ്ഞ വൃത്തികെട്ട ആളുകൾ മാത്രമാണ്. അവരിലാണ് ഖിയാമത്ത് സംഭവിക്കുക. അവരോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ മസ്ജിദുകളാക്കുന്ന ആളുകളെ എണ്ണിപ്പറഞ്ഞത്. എത്ര മോശപ്പെട്ട അവസ്ഥയാണ്! റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഹദീസുകൾ മുഴുവനും നമ്മൾ കാണാതെ പഠിക്കണം. പണ്ഡിത പുരോഹിതന്മാർ ഈ പറഞ്ഞ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അതല്ലെങ്കിൽ അവർക്ക് യോജിച്ച രൂപത്തിൽ എവിടെ നിന്നെങ്കിലും തപ്പി കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ തൗഹീദിൻ്റെ വക്താക്കളായ നമ്മൾ ഓരോരുത്തരും അതിനെ പ്രതിരോധിക്കേണ്ടത് പ്രമാണങ്ങൾ മുന്നിൽ വെച്ചാണ്. അപ്പോൾ ബേജാറാവരുത്. ഈ പറഞ്ഞ ഹദീസുകൾ, അതിൻ്റെ വിശദീകരണം, പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ആളുകൾ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. സാധാരണക്കാർ, സാധുക്കളായ ജനങ്ങൾ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പരാമർശിച്ചത് നബിമാരുടെ ഖബറുകൾ, സാലിഹീങ്ങളുടെ ഖബറുകൾ, നല്ല നല്ല ആളുകളുടെ ഖബറുകൾ, അത് കെട്ടിയുയർത്തുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ. നിങ്ങളങ്ങനെ ചെയ്യരുത്, ഞാൻ നിങ്ങളോട് വിലക്കുന്നു. ഏറ്റവും വൃത്തികെട്ട ആളുകൾ ഖബറുകൾ മസ്ജിദുകളാക്കുന്ന ആളുകളാണ്. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക. ഇന്ന് സുബ്ഹാനല്ലാഹ് തൗഹീദ് ആളുകൾ വിസ്മരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഷിർക്കിൻ്റെ ആളുകൾ എന്തൊക്കെയാണ് ജനങ്ങളെ പഠിപ്പിച്ചു വെക്കുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയകളിലൂടെ ഷിർക്ക് ജനങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. എന്തൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. പലതും പണ്ട് പൊതുജനങ്ങൾക്കിടയിൽ സാധാരണ പൊതുപ്രഭാഷണങ്ങളിൽ പറയാൻ മടിച്ചിരുന്നത് പലതും ഇന്ന് ഓൺലൈനിൽ വന്നിരുന്നു പറയുകയാണ്. അതുകൊണ്ട് തൗഹീദിൻ്റെ ആളുകൾ അത് കണ്ടില്ല എന്ന് നടിക്കരുത്. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം. തൗഹീദിൻ്റെ വക്താക്കൾ അടങ്ങിയിരുന്നാൽ, മിണ്ടാതിരുന്നാൽ, പറയാതിരുന്നാൽ, ദഅവത്ത് ചെയ്യാതിരുന്നാൽ, സഹോദരങ്ങളെ പിന്നെ ആരാണിത് പറഞ്ഞു കൊടുക്കുക?
ആരാണിത് പറഞ്ഞു കൊടുക്കുക? നമ്മൾ ചിന്തിച്ചു നോക്കണം. ആരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? ജനങ്ങൾ ഫസാദിലാവുമ്പോൾ, അവരിൽ തിന്മകൾ വരുമ്പോൾ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബദഅൽ ഇസ്ലാമു ഗരീബൻ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതാവസ്ഥയിലാണ്. എന്താണിത് പറയുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം ആരംഭിച്ചത്. തൗഹീദ് പറഞ്ഞപ്പോൾ, ഷിർക്കിനെ എതിർത്തപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. എന്താണ് മുഹമ്മദ് പറയുന്നത്? നമ്മുടെ ഉപ്പമാർ പറഞ്ഞതിന് നേരെ വിപരീതമോ എന്ന അപരിചിതാവസ്ഥയിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത്. അതേ അവസ്ഥ തിരിച്ചു വരും. തൗഹീദ് പറയുമ്പോൾ, ഇസ്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് അപരിചിതാവസ്ഥയായിരിക്കും. അന്ന് തൂബാ ലിൽ ഗുറബ, അപരിചിതർക്ക് മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ് അപരിചിതർ? അപരിചിതർ എന്ന് പറഞ്ഞാൽ, ഗുറബാക്കൾ, അപരിചിതരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ നടക്കുന്നവർ എന്നല്ല. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ ഫസാദാകുമ്പോൾ അവരെ നന്നാക്കുന്നവരാണ് ഈ പറഞ്ഞ ഗുറബാക്കൾ. തൗഹീദും സുന്നത്തും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ ബറക്കത്ത് സഹോദരങ്ങളെ നമ്മിലേക്ക് ഇറങ്ങും. അതല്ല, പറയാതിരുന്നാൽ, മിണ്ടാതിരുന്നാൽ, മറ്റു വല്ല കാര്യങ്ങളിലും തിരക്കിലായിപ്പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് തന്നെയാണ്. അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. തൗഹീദ് എത്ര കണ്ട് വളരുന്നുവോ അത്ര കണ്ട് ഭൂമിയിൽ അള്ളാഹുവിൽ നിന്ന് ബറക്കത്ത് വന്നിറങ്ങും. അതിൽ യാതൊരു സംശയവുമില്ല. സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള മസ്അലകൾ സൂചിപ്പിക്കുകയാണ്. ഷെയ്ഖ് പറഞ്ഞു, ഫീഹി മസാഇൽ, ഈ അധ്യായത്തിൽ ഉള്ള മസ്അലകൾ. അൽ ഊല, ഒന്നാമത്തേത്, മാ ദക്കറ റസൂലു ഫീ മൻ ബന മസ്ജിദൻ യുഅബദുല്ലാഹു ഫീഹി അലാ ഖബ്രി റജുലിൻ സാലിഹ് വലൗ സഹ്ഹത് നിയ്യത്തുൽ ഫാഇൽ. സാലിഹായ നല്ല ഒരാൾ ആ വ്യക്തിയുടെ ഖബറിനരികിൽ വെച്ച് അള്ളാഹുവിനെ ആരാധിക്കുക എന്നത്, അദ്ദേഹത്തിൻ്റെ ഖബർ മസ്ജിദാക്കുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇവിടെ പറഞ്ഞത്? ശരിയാണെന്നാണോ അല്ല തെറ്റാണെന്നാണോ? വിലക്കുകയാണ് ചെയ്തത്. വലൗ സഹ്ഹത് നിയ്യത്തുൽ ഫാഇൽ, അത് ചെയ്ത ആളുടെ നിയ്യത്ത് നല്ലതാണെങ്കിലും ശരി. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം അത് ചെയ്തത് നല്ല നിയ്യത്തോടു കൂടിയാണ്. പക്ഷെ പിൽക്കാലത്ത് വന്ന ആളുകൾ ഷിർക്കിലേക്ക് എത്തിപ്പെട്ടു. ആദ്യമായി ഷിർക്ക് ചെയ്ത ആളുകൾ എന്ന എല്ലാ കാലത്തും ഓർമ്മിക്കുക ആ ആളുകളെയാണ്. ദുനിയാവിൽ ഷിർക്ക് ഉടലെടുത്തത് അവരിൽ നിന്നാണ് എന്ന മോശമായ വിശേഷണം അവരിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അപ്പം നോക്കൂ, നല്ല നിയത്തുണ്ടായിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് വിലക്കുകയാണ് ചെയ്തത്. അസ്സാനിയതു, രണ്ടാമത്തെ മസ്അല, അന്നഹ്യു അനിത് തമാസീൽ വഗിലദുൽ അംർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപമുണ്ടാക്കുന്നതിനെ, ആ കാര്യത്തെ വിരോധിച്ചു, ശക്തമായി താക്കീത് ചെയ്തു. രൂപമുണ്ടാക്കുന്നതിനെ അവിടുന്ന് വിലക്കി. ആ കാര്യത്തിൽ ശക്തമായ താക്കീതാണ് അവിടുന്ന് നൽകിയത്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഉലായിക്കി ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ വൃത്തികെട്ട ആളുകളാണ്. അസ്സാലിസതു, മൂന്നാമത്തെ മസ്അല, അൽ ഇബ്റതു ഫീ മുബാലഗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മസ്ജിദാക്കുന്നതിനെ ശക്തമായി അവിടുന്ന് ആവർത്തിച്ച് അങ്ങേയറ്റം കാർക്കശ്യത്തോടുകൂടി വിലക്കുകയാണ് ചെയ്തത്. അത് നൽകുന്ന ഗുണപാഠം. കൈഫ ബയ്യന ലഹും ഹാദാ അവ്വലൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ സഹാബത്തിന് അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന കാര്യമാണ്. സുമ്മ ഖബ്ല മൗതിഹി ബിഖംസിൻ ഖാല മാ ഖാൽ. അതിനുശേഷം അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ 5 ദിവസങ്ങൾക്ക് മുമ്പും അവിടുന്ന് ഈ പറഞ്ഞതന്നെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. സുമ്മ ലമ്മാ കാന ഫിൻ നസ്ഇ ലം യക്തഫി ബിമാ തഖദ്ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടും അവസാനിപ്പിച്ചില്ല.
അവിടുത്തെ മരണമാസന്നമായപ്പോൾ അവിടുന്ന് മരണവെപ്രാളം അനുഭവിക്കുമ്പോൾ പോലും ആ വിഷയം പറഞ്ഞു കൊടുത്തു. ആദ്യം പറഞ്ഞതല്ലേ അവർ പഠിച്ചോളും എന്നല്ല, ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുക്കാൻ. സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നതിനുള്ള തെളിവാണിത്. നമ്മൾ പണ്ടേ തൗഹീദ് പഠിച്ചതല്ലേ എന്നല്ല, തൗഹീദ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിച്ച തൗഹീദിൻ്റെ പ്രബോധകരായ സഹാബത്തിനാണ് അവസാന നിമിഷങ്ങളിൽ വരെ താക്കീത് കൊടുക്കുന്നത്, ഉണർത്തലുകൾ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷയാണിത്. അവിടുന്ന് ആദ്യം പറഞ്ഞതിൽ അവസാനിപ്പിച്ചില്ല, വീണ്ടും വീണ്ടും അവിടുന്ന് പറഞ്ഞു. അവസാന സമയം വരെ ഇത് പറഞ്ഞു. നബിമാരുടെ ദഅവത്തിൻ്റെ ആകത്തുകയാണിത്. തൗഹീദാണ് അവരുടെ പ്രബോധനത്തിൻ്റെ ആകത്തുക. തൗഹീദ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, തൗഹീദിൻ്റെ ആളുകൾ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. തൗഹീദാണ് ആദ്യം പറയേണ്ടത്, തൗഹീദാണ് അവസാനം പറയേണ്ടത്, അതിനിടയിലും തൗഹീദാണ് പറയേണ്ടത്. അല്ലാതെ ആദ്യം നമ്മൾ ഏത് വിഷയമെടുത്ത് തുടങ്ങിയാലും ജനങ്ങൾ പരിവർത്തിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ്. 13 വർഷം മക്കയിൽ പറഞ്ഞതും തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മദീനയിൽ വന്നിട്ടും തൗഹീദ് അവസാനിപ്പിച്ചില്ല. അവിടുന്ന് വഫാത്താകുന്നത് മദീനയിൽ വെച്ചാണ്. ഇസ്ലാമിക ഭരണകൂടമുണ്ട്, മുസ്ലിമീങ്ങൾ ധാരാളക്കണക്കിനുണ്ട്, ഇസ്ലാമിന് അധികാരമുണ്ട്, മസ്ജിദുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും തൗഹീദ് പറയൽ അവസാനിപ്പിച്ചില്ല. ഇതിൽ സഹോദരങ്ങളെ നമുക്ക് വലിയ പാഠമുണ്ട്. തൗഹീദ് പഠിക്കലും പ്രബോധനം ചെയ്യലും ഒരിക്കലും അവസാനിക്കുന്നില്ല, അവസാനിക്കുകയില്ല, അവസാനിക്കാൻ പാടില്ല എന്നതിനും തെളിവുണ്ട്. അറാബിഅതു, നാലാമത്തെ മസ്അല, നഹിയുഹു അൻ ഫിഅലിഹി ഇൻദ ഖബ്രിഹി ഖബ്ല അൻ യൂജദൽ ഖബ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആവുന്നതിന് മുന്നേ, അഥവാ അവിടുത്തെ മറമാടുന്നതിന് മുന്നേ അവിടുന്ന് വിലക്കുകയാണെന്ത്? നിങ്ങൾ ഖബറുകൾ മസ്ജിദുകളാക്കരുത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് മസ്ജിദ് എടുത്തു വെച്ച് കാത്തിരിക്കുകയാണ്, പള്ളി നിർമ്മിച്ചു വച്ചിരിക്കുകയാണ്. മരിച്ചാൽ നേരെ കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ കിടത്തുക, അത് പിന്നീട് ഉറൂസിൻ്റെ കേന്ദ്രമാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ നേതാവ്, അല്ലാഹുവിൻ്റെ റസൂൽ, അവിടുന്ന് ഖബർ ആവുന്നതിന് മുന്നേ, വഫാത്താവുന്നതിന് മുന്നേ പറയുകയാണ് നിങ്ങളത് ചെയ്യരുത്. ഒരു നേതാവ്, ഒരു പണ്ഡിതൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഇതാണ് വസിയത്ത് നൽകേണ്ടത് സമൂഹത്തിന്. അല്ലാതെ ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അത് രഹസ്യമായി പരോക്ഷമായി അംഗീകരിച്ചു കൊടുക്കലല്ല, അതിനെ പിന്നീട് ന്യായീകരിക്കലല്ല, മറിച്ച് ഷിർക്കിൻ്റെ വാക്കുകൾ, തൗഹീദിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ അണികളിൽ വരുമ്പോൾ അത് തിരുത്തണം, ശരിയാക്കി പറഞ്ഞു കൊടുക്കണം. അതാണ് പണ്ഡിത ധർമ്മം. അതല്ലെങ്കിൽ അത്തരം ആളുകൾ താഗൂത്തുകളാണ്. ഇത്തരം ആളുകൾ താഗൂത്തുകളാണ്. തങ്ങളിലേക്ക് ആരാധന ക്ഷണിക്കുന്നവരാണവർ, തങ്ങൾ ആരാധിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണവർ. അള്ളാഹു അത്തരം ആളുകളുടെ ഷർറിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽ-ഖാമിസത്തു, അഞ്ചാമത്തെ മസ്അല, അന്നഹു മിൻ സുനനിൽ യഹൂദി വൻ നസാറ ഫി ഖുബൂരി അംബിയാഇഹിം. ഖബറുകൾ കെട്ടിയുയർത്തുക എന്നത് യഹൂദ നസാറാക്കളുടെ പാരമ്പര്യമാണ്, സുന്നത്താണ്. യഹൂദ നസാറാക്കളുടെ സുന്നത്താണ് തങ്ങളുടെ അമ്പിയാക്കളുടെ ഖബറുകൾ കെട്ടിയുയർത്തുക, അത് മസ്ജിദാക്കുക എന്നത്. അതേപോലെ ഒരാൾ ചെയ്താൽ സഹോദരങ്ങളെ, ആരുടെ സുന്നത്താണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത്? അതിനെ ന്യായീകരിക്കുമ്പോൾ ആരെയാണ് വെള്ളപൂശാൻ തയ്യാറാവുന്നത്? ചിന്തിക്കേണ്ട കാര്യമാണ്. യഹൂദ നസാറാക്കൾ ഒരു പണിയെടുത്തു എന്ന് പറഞ്ഞാൽ അത് നമുക്കിത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദ നസാറാക്കളുടെ ചര്യയാണ് എന്ന് പഠിപ്പിക്കുകയും വിലക്കുകയും ശപിക്കുകയും ചെയ്താൽ പിന്നെ ഇസ്ലാമിനത് പാടില്ലാത്തതാണ്. ഇന്ന് നേരെ തിരിച്ച് സുബ്ഹാനല്ലാഹ്, ഏത് കിതാബാണ് ഇവർ വായിച്ചത്? ഏത് പ്രമാണങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, തഫ്സീറും ഹദീസും ഒക്കെ വായിക്കും, പക്ഷേ ഷിർക്ക് ചെയ്യും, ഷിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കും. അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. എന്തൊരു ദുരവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സാദിസത്തു, ആറാമത്തെ മസ്അല, ലഅനുഹു ഇയ്യാഹും അലാ ദാലിക്. യഹൂദ നസാറാക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നത് ഈ അധ്യായത്തിൽ നിന്നും
ഹദീസിൽ നിന്നും കിട്ടുന്ന ഗുണപാഠമാണ്. അസ്സാബിഅതു ഏഴാമത്തെ മസ്അല അന്ന മുറാദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ദീറുന അൻ ഖബ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മസ്ജിദാക്കരുത്, അവിടെ ആരാധനാ കേന്ദ്രമാക്കരുത് എന്ന് പറഞ്ഞത് അവിടുത്തെ ഖബറിൻ്റെ കാര്യത്തിൽ ഈ ഉമ്മത്തിനുള്ള താക്കീതാണ്, നമുക്കുള്ള താക്കീതാണ്. അവിടുത്തെ ഖബർ പാടില്ല എങ്കിൽ പിന്നെ ഒരാളുടെ ഖബറും പാടില്ല. ഈ ഉമ്മത്തിനുള്ള താക്കീതാണ് അത്. അസ്സാമിനതു എട്ടാമത്തെ മസ്അല അൽ ഇല്ലതു ഫി അദമി ഇബ്റാസി ഖബ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുറമേക്ക് വെളിപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന് അവിടുന്ന് ഭയന്നു, അതല്ലെങ്കിൽ സഹാബത്ത് ഭയന്നു ഈ ഖബർ മസ്ജിദായി പോകുമോ. രണ്ടാമത്തത് നബിമാർ എവിടെ വെച്ചാണോ വഫാത്താകുന്നത് അവിടെയാണ് അവരെ മറമാടുക. അത്താസിഅതു ഒൻപതാമത്തെ മസ്അല മഅന ഇത്തിഖാദിഹാ മസ്ജിദ. ഖബർ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഖബറിനരികിൽ വെച്ച് അള്ളാഹുവിനെ ആരാധിച്ചാലും ഖബറാളിയെ ആരാധിച്ചാലും എല്ലാം ഖബർ മസ്ജിദാക്കലാണ്. ഇപ്പം ഖബർ കെട്ടിയുയർത്തുക, അതല്ലെങ്കിൽ ഒരു ഖബർ അതിനരികിൽ വന്ന് ഇബാദത്തുകൾ ചെയ്യുക, അവിടെ ഭജനമിരിക്കുക, അവിടെ ദിക്റും സ്വലാത്തും ദുആവും സുജൂദും നിസ്കാരവും നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഖബർ മസ്ജിദാക്കലാണ്. നമ്മൾ ഖബർ മസ്ജിദാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ആ ഖബറിനരികിൽ വന്ന് ദിക്റും ദുആവും സ്വലാത്തും നിസ്കാരവും ഒക്കെ നിർവഹിച്ചാൽ ആ ഖബർ മസ്ജിദായി. നമ്മൾ ഇലാഹാക്കുന്നില്ല, നമ്മൾ ഖബർ മസ്ജിദാക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഖബർ മസ്ജിദാവും. അതാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കൾ അവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി. അവരെങ്ങനെയാണ് മസ്ജിദാക്കിയത്? അവരവിടെ വെച്ച് ആരാധനകൾ നടത്തും. അത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയായാലും ഖബറാളിയെ ആരാധിക്കാൻ വേണ്ടിയായാലും എല്ലാം ഖബർ മസ്ജിദാക്കലാണ്. അൽ ആശിറതു പത്താമത്തെ മസ്അല അന്നഹു قارن بين من اتخذها وبين من تقوم عليهم الساعة فذكر الذريعة إلى الشرك قبل وقوعه مع خاتمته. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിക്കുന്ന ആളുകളെയും ഖബർ മസ്ജിദാക്കുന്ന ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിലേക്ക് എത്തിക്കുന്ന തെറ്റിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അത് സംഭവിക്കുന്നതിന് മുന്നേ, അതുപോലെ അതിൻ്റെ പര്യവസാനവും. ഈ ലോകം അത് അവസാനിക്കുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുക ഏറ്റവും നികൃഷ്ടരായ വൃത്തികെട്ട ആളുകളാണ്. അഥവാ ഷിർക്കും കുഫറുമായിരിക്കും അവരിലുണ്ടാവുക. അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവുകയില്ല. മുഅ്മിനീങ്ങളെല്ലാം അതിനു മുന്നേ മരണപ്പെട്ടു പോകും. അതിൻ്റെ അതിലാണ് ഈ പറഞ്ഞ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നികൃഷ്ടരായ വൃത്തികെട്ട ആളുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഹാദിയത അശറ 11ാമത്തെ മസ്അല ദിക്റുഹു ഫി ഖുത്ബതിഹി ഖബ്ല മൗതിഹി ബിഖംസിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഖുത്ബയിൽ പരാമർശിച്ചു. അർറദ്ദ അല ത്വായിഫതൈനി അല്ലതൈനി ഹുമാ അശറു അഹ്ലിൽ ബിദ്അ. ബിദ്അത്തുകാരിൽ ഏറ്റവും വൃത്തികെട്ട 2 ആളുകൾക്കുള്ള മറുപടി അതിലുണ്ട്. മരണത്തിൻ്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞത് 3 വിലക്കുകളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പിഴച്ച കക്ഷികൾ, അവരെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ബിദ്അത്തുകാരിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട ആളുകളാണ്. ബൽ അഖ്റജഹും ബഅദു അഹ്ലി സലഫി മിന 72 ഫിർഖ. ഈ 2 വിഭാഗം ആളുകളെയും 72 കക്ഷികൾ അഥവാ 73 നരകത്തിലേക്ക് പോകുന്ന 72 കക്ഷികളിൽ വരെ അവർ പെടുകയില്ല. 73 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാത്ത ആളുകളെ കുറിച്ചല്ല. ആ ഉമ്മത്തിൽ വരെ എണ്ണപ്പെടുകയില്ല എന്ന് പറഞ്ഞ 2 വിഭാഗം ആളുകൾക്ക് മറുപടിയുണ്ട്. വഹുമുർ റാഫിളതു വൽ ജഹ്മിയ. റാഫിളകളും ജഹ്മികളും. റാഫിളകൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ, ജഹ്മികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ. വബിസബബി റാഫിളതി ഹദഥ ശിർകു വഇബാദത്തുൽ ഖുബൂർ. റാഫിള ഷിയാക്കളാണ് ഷിർക്കും ഖബറാരാധനയും ഈ സമുദായത്തിലേക്ക് കൊണ്ടുവന്നത്. വഹും അവ്വലു മൻ ബന അലൈഹിൽ മസാജിദ്. ആദ്യമായി ഖബർ മസ്ജിദാക്കി കെട്ടിയുയർത്തി ആരാധനകൾ നടത്തിയത് അവരാണ്.
ആ രണ്ട് വിഭാഗം ആളുകൾക്ക് ഈ അധ്യായത്തിൽ മറുപടിയുണ്ട്. ഒന്ന് റാഫിളകൾക്കാണ്. ഈ പറഞ്ഞ ഹദീസുകളൊക്കെ അതിനുള്ള തെളിവാണ്. ജഹ്മികൾക്കുള്ള മറുപടി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു ഖലീലായി സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ വിശേഷണമാണത്. ജഹ്മികൾ അത് നിഷേധിക്കുന്നവരാണ്. അസ്സാനിയത അശ്റ, 12ാമത്തെ മസ്അല, മാ ബുലിയ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഷിദ്ദത്തിൻ നസ്അ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാന സമയത്ത് മരണവെപ്രാളം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരുന്നു. അവിടത്തേക്കും മരണവെപ്രാളം ഉണ്ടായിരുന്നു. അസാലിസത അശ്റ, 13ാമത്തെ മസ്അല, മാ ഉക്രിമ ബിഹി മിനൽ ഖുല്ല. അള്ളാഹുവിൻ്റെ റസൂലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിൻ്റെ ഖുല്ലത്ത് കൊണ്ട് ആദരിക്കപ്പെട്ടു. അറാബിഅത അശ്റ, 14ാമത്തെ മസ്അല, അത്തസ്രീഹു ബി അന്നഹ അഅ്ലാ മിനൽ മഹബ്ബ. ഖുല്ലത്ത് എന്നത് ഉറ്റമിത്രം എന്ന് പറഞ്ഞാൽ മഹബ്ബത്തിനേക്കാൾ ഒരു പടി മുകളിലാണ് എന്നത് ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ്. അൽ ഖാമിസത അശ്റ, 15ാമത്തെ മസ്അല, അത്തസ്രീഹു ബി അന്ന സിദ്ദീഖ അഫ്ളലു സഹാബ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് ഹദീസിൽ നിന്നും വ്യക്തമാണ്. എവിടെയാണത്? ഈ ഉമ്മത്തിൽ വെച്ച് ആരെയെങ്കിലും സ്വീകരിക്കുമെങ്കിൽ അബൂബക്കറിനെ ഖലീലായി സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനേക്കാൾ ഉത്തമരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറയുമായിരുന്നു. അസ്സാദിസത അശ്റ, 16ാമത്തെ മസ്അല, അൽ ഇഷാറത്തു ഇലാ ഖിലാഫത്തിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലേക്കുള്ള സൂചന അതിലുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കാണ് സൂചന നൽകുന്നത്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബാണ് എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ഖലീലാണ് എന്നാണ് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ ഹബീബ് എന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഖലീലാണ് എന്നാണ് പറയേണ്ടത്. കാരണം അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖലീലായിട്ടാണ് സ്വീകരിച്ചത്. ഖലീൽ എന്ന് പറഞ്ഞാൽ ഹബീബിനേക്കാൾ ദറജയുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായി തിരഞ്ഞെടുത്തു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാ എന്നാണ് അവിടുത്തെ കുറിച്ച് പറയേണ്ടത്. ഹബീബ് എന്ന് പറയുന്നതിനേക്കാൾ ഖലീൽ എന്ന് പറയണം. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഹബീബ് എന്ന് പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്നത് പോലെയാണ്, അവിടുത്തെ സ്ഥാനം കുറച്ച് കാണിക്കുന്നത് പോലെയാണ് എന്ന് വരെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന വാക്ക് പ്രയോഗിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. തെളിവുകൾ പരമാവധി നമ്മൾ കാണാതെ പഠിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലും സുന്നത്തിലുമായി കൊണ്ട് ജീവിച്ചു മരിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.